പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, വിശുദ്ധ ഗ്രന്ഥത്തിലെ തെസ്സലോനിക്ക സഭയെ കുറിച്ചാണ് നമ്മൾ ഈ കഴിഞ്ഞ എപ്പിസോഡുകളായിട്ട് ധ്യാനിച്ചു കൊണ്ടിരുന്നത്. തെസ്സലോനിക്ക സഭയെക്കുറിച്ച് പൗലോസ് ശ്ലീഹ നമുക്ക് തരുന്ന കുറച്ച് ചിന്തകൾ ആമുഖമായി പറയാൻ ആഗ്രഹിക്കുന്നു. തെസ്സലോനിക്ക സഭയിൽ കർത്താവിൻ്റെ പ്രത്യാഗമനത്തിൻ്റെ മുന്നോടിയായിട്ട് പലരും മനസ്സിലായി കഴിയുകയും ഒരു തിന്മയുടെ ശക്തി ക്രിസ്തുവൈരി പുറപ്പെടുപ്പിക്കുമെന്നൊക്കെ പ്രത്യക്ഷപ്പെടുമെന്നൊക്കെ പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിന് മരിക്കുന്നവരുടെ സ്ഥിതി എന്തായിരിക്കുമെന്നൊക്കെ പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ അധ്യായത്തിലൂടെ നമുക്ക് പൗലോസ് ശ്ലീഹ പറഞ്ഞ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മളെടുക്കാൻ പോകുന്ന വചനഭാഗം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങളാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും സ്നേഹത്തിൻ്റെ പ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള നിങ്ങളുടെ ദൃഢമായ പ്രത്യാശയും ഞങ്ങൾ അനുസ്മരിക്കുന്നു എന്നാണ് വചനഭാഗം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ പ്രവൃത്തിയും പ്രയത്നവും പ്രത്യാശയും ഉണ്ടാവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയും ചെയ്യുന്നു. പ്രസ്തവം.